ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. വിങ്സ് ഓഫ് ഹോപ്പ് എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ, ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷയാണ് അല്ലേ? അപ്പോൾ വിങ്സ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ചിറകുകൾ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. സോറൻ കീർക്കെഗാർഡിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷനോട് കൂടിയാണ് ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോപ്പ് ഇസ് ദ പാഷൻ ഫോർ വാട്ട് ഇസ് പോസിബിൾ, കോൺഫിഡൻസ് ഇസ് ദ പ്രസൻറ്റ് ടെൻസ് ഓഫ് ഹോപ്പ്. അതായത് ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് നടക്കാൻ സാധ്യത ഉള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആഗ്രഹമാണ്. പിന്നെന്താണ്? കോൺഫിഡൻസ് ഇസ് ദ പ്രസൻറ്റ് ടെൻസ് ഓഫ് ഹോപ്പ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ പ്രസൻറ്റ് ടെൻസ് ആണ്, ഇപ്പോഴുള്ള രൂപമാണ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഭാവിയിൽ നമുക്കതിനെക്കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടാവുള്ളൂ അല്ലേ? ഇപ്പം നമുക്കതിനെക്കുറിച്ചൊരു കോൺഫിഡൻസും ഇല്ലെങ്കിൽ നമുക്ക് ഭാവിയെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രതീക്ഷയുടെ രൂപം എന്ന് പറയുന്നത് എന്താണ്? ആത്മവിശ്വാസമാണ് പ്രസൻറ്റ് ടെൻസിൽ. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യത്തിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ഭാവിയിൽ ഹോപ്പ് വെക്കേണ്ടതുള്ളൂ അല്ലേ? സോ ഇപ്പം നമ്മൾക്ക് ആത്മവിശ്വാസമുള്ള, നമ്മൾക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം, അതാണ് നമ്മൾക്ക് ഭാവിയിലൊരു ഹോപ്പ് നൽകുന്നത്. ഭാവിയിൽ അത് സംഭവിച്ചേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഉള്ള ഹോപ്പിൻ്റെ രൂപം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഇവിടെ യൂണിറ്റ് 2ൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഡിസ്കസ് ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാസേജ് വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. A long time ago, the Greeks believed that their god Zeus, along with all the other gods, had created a woman named Pandora. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നു എന്താണ്? അവരുടെ ദൈവമായിട്ടുള്ള സ്യൂസും അതേപോലെ ബാക്കിയുള്ള ദൈവങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അവളുടെ പേരെന്താണ്? പാൻഡോറ എന്നുള്ളതാണ്. The gods gave her a box on her wedding day, telling her never to open it. അവളുടെ വിവാഹ ദിവസം വെഡ്ഡിങ് ഡേയിൽ അവൾക്കൊരു ബോക്സ് ദൈവങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുത്തു. എന്നിട്ട് അവളോട് പറഞ്ഞു, ടെല്ലിങ് ഹെർ നെവർ ടു ഓപ്പൺ ഇറ്റ്, ഒരിക്കലും എന്താണ് ഇത് തുറന്നു നോക്കരുത് എന്നുള്ള കാര്യം. ഇറ്റ് വുഡ് ബ്രിങ് ഹെർ ഹാപ്പിനെസ്, ദേ സെഡ്, ആസ് ലോങ് ആസ് ഇറ്റ് റിമെയിൻഡ് ക്ലോസ്ഡ്. അപ്പോൾ എന്താണ്? ഈ ഒരു ബോക്സ് അവൾക്ക് സന്തോഷം നൽകും, ഹാപ്പിനെസ് നൽകും, കൊണ്ടുവരും. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക അല്ലേ? അപ്പം അവൾക്ക് ഹാപ്പിനെസ് കൊണ്ടുവരും. പിന്നെ അവരെന്താ പറഞ്ഞിട്ടുള്ളത്? ദേ സെറ്റ് ആസ് ലോങ് ആസ് ഇറ്റ് റിമെയിൻഡ് ക്ലോസ്ഡ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ബോക്സ് എത്ര കാലം ഇങ്ങനെ ഓപ്പൺ ചെയ്യാതെ ക്ലോസ് ആയിട്ടിരിക്കുന്നുവോ അത്രയും കാലം അവൾക്ക് സന്തോഷം കൊണ്ടുവരും ഈ ഒരു ബോക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാൻഡോറ വാസ് വെരി ക്യൂരിയസ് ബൈ നേച്ചർ. ഷീ കുഡിൻറ്റ് റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ഓപ്പൺ ദ ബോക്സ്. പാൻഡോറ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളാണ്. എന്താണ് അതിനുള്ളിൽ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ വളരെയധികം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഷീ കുഡിൻറ്റ് റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ഓപ്പൺ ദ ബോക്സ്. അവളുടെ ഉള്ളിലുള്ള ആ ഒരു മോഹം, ഈ ബോക്സ് ഓപ്പൺ ചെയ്യണമെന്നുള്ള ഒരു ടെംപ്റ്റേഷൻ, അതിനെ അവൾ പ്രതിരോധിച്ചില്ല, റെസിസ്റ്റ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ബോക്സ് അവൾ തുറക്കും. ഓപ്സ്, the gods had trapped all the worst human qualities, all the unpleasant feelings and the things we fear the most inside the box. അപ്പം ദൈവം ആ ഒരു ബോക്സിനുള്ളിൽ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? വേഴ്സ്റ്റ് ഹ്യൂമൻ ക്വാളിറ്റീസ്, മനുഷ്യൻ്റെ നല്ലതല്ലാത്ത എല്ലാ ക്വാളിറ്റീസും. പിന്നെ എന്താണ്? ഓൾ ദ അൺപ്ലസൻറ്റ് ഫീലിങ്സ്, അരോചകമായിട്ടുള്ള ഫീലിങ്സ്. പിന്നെ എന്താണ്? ആൻഡ് ദ തിങ്സ് വി ഫിയർ ദ മോസ്റ്റ് ഇൻസൈഡ് ദ ബോക്സ്. പിന്നെ നമ്മൾ ഏറ്റവും ഭയക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ആ ഒരു ബോക്സിനുള്ളിലായിട്ടുണ്ടായിരുന്നത്. No sooner did Pandora open it than all this sickness, pain, suffering, greed, anger, sorrow, etc. flew out and spread all over the world. അപ്പോൾ പാൻഡോറ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ, പെട്ടെന്ന് തന്നെ ഈ ലോകത്ത് എന്തൊക്കെയാണ് സ്പ്രെഡ് ചെയ്തത്? സിക്നെസ്, അസുഖങ്ങൾ, പെയിന്, വേദന, സഫറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ഗ്രീഡ് എന്ന് വെച്ചാൽ എന്താണ്? അത്യാഗ്രഹം, ആങ്കർ, ദേഷ്യം, പിന്നെ എന്താണ്? സോറോ, സങ്കടം. ഇതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ സ്പ്രെഡായി. പാൻഡോറ വാസ് സോ സോറി. പാൻഡോറയ്ക്ക് വളരെയധികം സങ്കടമായി. ഷീ ക്ലോസ്ഡ് ദ ലിഡ് ഓഫ് ദ ബോക്സ്. ആ ഒരു ബോക്സിൻ്റെ അടപ്പ് അവൾ അടച്ചു. ഷീ നെൽറ്റ് ബിസൈഡ് ഇറ്റ്. നെൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടുകുത്തിയിരുന്നു. എവിടെയാണ്? ബിസൈഡ് ഇറ്റ്, ആ ഒരു ബോക്സിൻ്റെ അടുത്തായിട്ട്.
പ്ലീഡിങ് ടു ബി ഫോർഗിവൺ ബൈ ദ ഗോഡ്സ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്. എല്ലാ ദൈവങ്ങളോടും അതേപോലെ തന്നെ ഈ ലോകം മുഴുവനുള്ള മനുഷ്യരോടും അവളോട് ക്ഷമിക്കണമെന്ന് യാചിക്കുകയാണ്. ദെൻ ഷീ ഹേർഡ് ദ നോയ്സ് ഓഫ് സംതിങ് ബീറ്റിംഗ് ഇറ്റ്സ് വിങ്സ് ഇൻസൈഡ് ദ ബോക്സ്. അപ്പോൾ അവളൊരു കാര്യം കേട്ടു. എന്താണ്? ഒരു ശബ്ദം കേട്ടു. സംതിങ് ബീറ്റിംഗ് ഇറ്റ്സ് വിങ്സ് ഇൻസൈഡ് ദ ബോക്സ്. ആ ബോക്സിനുള്ളിലായിട്ട് എന്തോ ഒന്ന് അതിൻ്റെ ചിറകിട്ടടിക്കുന്നതായിട്ടുള്ള ശബ്ദമാണ് അവൾ കേട്ടത്. ഇറ്റ് സീംഡ് ടു സ്പീക്ക് ടു ഹെർ ഇൻ എ കൈൻഡ് വോയിസ് ടു. അതുമാത്രമല്ല, അവളോട് അതിനുള്ളിൽ നിന്ന് വളരെ കൈൻഡായിട്ടുള്ളൊരു വോയിസിലൂടെയാണ് സംസാരിച്ചത്. ഷീ ഓപ്പൺ ദ ലിഡ് വൺസ് അഗെയിൻ. ഒരിക്കൽ കൂടി അവൾ ആ ഒരു ബോക്സിൻ്റെ അടപ്പ് തുറന്നു. ദിസ് ടൈം ഷീ വാസ് നോട്ട് ഡിസപ്പോയിൻറ്റഡ്. ആ ഒരു സമയം അവൾ ഡിസപ്പോയിൻറ്റഡ് ആയില്ല, നിരാശപ്പെട്ടില്ല. ഇറ്റ് വാസ് ദ ലവ്ലി ലിറ്റിൽ ഏഞ്ചൽ. അതെന്തായിരുന്നു? ഒരു ചെറിയ ഏഞ്ചലായിരുന്നു, ഒരു മാലാഖയായിരുന്നു. ഹോപ്പ്, അതെന്താണ്? പ്രതീക്ഷയാണ്. ഹു കെയിം ഔട്ട് ഓഫ് ദ ബോക്സ്. അത് ആ ഒരു ബോക്സിൻ്റെ പുറത്തേക്ക് വന്നു. ഫ്ലട്ടറിങ് ഹെർ ബ്യൂട്ടിഫുൾ വിങ്സ് ദാറ്റ് ഷോൺ ലൈക്ക് ഗോൾഡ്. ഒരു സ്വർണം പോലെ തിളങ്ങുന്ന വിങ്സ് ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിറകുകൾ അടിക്കുന്ന ഒരു മാലാഖയായിരുന്നു അത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഡെസ്പൈറ്റ് ഓൾ അവർ മിസറീസ് ഹോപ്പ് ഓൾവേസ് റിമൈൻസ് വിത്ത് അസ് ടു കംഫർട്ട് അസ് ഓൾ ദ ടൈം. അപ്പോൾ അതുകൊണ്ടാണ് ഡെസ്പൈറ്റ് ഓൾ അവർ മിസറീസ്, നമ്മളുടെ എല്ലാ ദുഃഖങ്ങൾക്കും ഇടയിലും നമുക്ക് എല്ലാ ദുഃഖങ്ങളും ഉണ്ട്, എന്നിരുന്നാലും ഹോപ്പ് ഓൾവേസ് റിമൈൻസ് വിത്ത് അസ്, പ്രതീക്ഷ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ടു കംഫർട്ട് അസ് ഓൾ ദ ടൈം, എല്ലാ സമയത്തും നമ്മളെ കംഫർട്ട് ചെയ്യാനായിട്ട്. ഓൾദോ പാൻഡോറ കോസ്ഡ് ദ വേൾഡ് ഗ്രേറ്റ് പെയിൻ, ഷീ ഓൾസോ ഗേവ് അസ് ഹോപ്പ്. ഈ ലോകത്തിൽ വലിയ വേദനയും ദുരിതങ്ങളും മിസറീസും ഒക്കെ ഉണ്ടാവാൻ കാരണമായത് പാൻഡോറയാണെങ്കിൽ കൂടിയും ഷീ ഓൾസോ ഗേവ് അസ് ഹോപ്പ്, അവൾ നമുക്ക് പ്രതീക്ഷ കൂടെ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ലോകത്ത് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ കാരണമായിട്ടുള്ള അതേ പാൻഡോറ തന്നെയാണ് പ്രതീക്ഷ എന്നുള്ളൊരു വലിയ കാര്യം കൂടെ നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഓക്കെ, Pandora's box. This is an expression for anything that creates a number of unexpected problems. അപ്പോൾ ഇതൊരു എക്സ്പ്രഷനാണ് പാൻഡോറാസ് ബോക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പാൻഡോറാസ് ബോക്സ് എന്നുള്ള എക്സ്പ്രഷൻ കൊണ്ട് പറയാവുന്നതാണ്. അവിടെ താഴെ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. യൂസിങ് സോഷ്യൽ മീഡിയ വിത്തൗട്ട് ഡ്യൂ കെയർ ക്യാൻ ബി ലൈക്ക് ഓപ്പണിംഗ് എ പാൻഡോറാസ് ബോക്സ്. അതായത് സോഷ്യൽ മീഡിയ യാതൊരുവിധ കെയറും ഇല്ലാതെ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു പാൻഡോറാസ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് സമമായിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് സ്ഥിരം നമ്മൾ ന്യൂസൊക്കെ കാണുന്നതാണ് അല്ലേ, സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ. അപ്പം എത്തരത്തിലാണ് നമ്മളത് ബാധിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ നമ്മൾ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നതിനൊക്കെ നമുക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം? പാൻഡോറാസ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നതും ആയിട്ട് സമമാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ആവശ്യമില്ലാതെ യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാം അല്ലേ. അപ്പം മനസ്സിലായല്ലോ എക്സ്പ്രഷൻ എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വുഡ് യു ഡു ഇഫ് യു വർ പാൻഡോറ? നിങ്ങൾ പാൻഡോറയുടെ സ്ഥാനത്താണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പാൻഡോറയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? വുഡ് യു ഹാവ് ഓപ്പൺ ദ ബോക്സ്? ആ ഒരു ബോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമോ? വൈ? എന്തുകൊണ്ട്? സ്വാഭാവികമായിട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ആ ബോക്സിൽ എന്താണ്, അത് തുറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അതിലെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ. അപ്പം വുഡ് യു ഹാവ് ഓപ്പൺ ദ ബോക്സ്? നിങ്ങൾ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമോ? വൈ? എന്തുകൊണ്ട്? ലൈക്ക് എനി ഹ്യൂമൻ ഐ മൈറ്റ് ഹാവ് ഓപ്പൺഡ് പാൻഡോറാസ് ബോക്സ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. അപ്പോൾ ഏതൊരു മനുഷ്യനെയും പോലെ ഞാനും ആ പാൻഡോറാസ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കും. എന്തുകൊണ്ടാണ്? ക്യൂരിയോസിറ്റി കൊണ്ടല്ലേ, അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് എന്ന് നമുക്ക് ആൻസർ ചെയ്യാം. വൈ ഡു യു തിങ്ക് ദ ഗോഡ്സ് പ്ലേസ്ഡ് ഹോപ്പ് ഇൻ ദ ബോക്സ് അലോങ് വിത്ത് ഓൾ ദ ഈവൽസ്? എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങൾക്കിടയിലും ആ ഒരു ഹോപ്പ്, പ്രതീക്ഷയെയും ബോക്സിലിടാൻ കാരണം എന്നുള്ളതാണ് ചോദ്യം. ഹോപ്പ് ഹെൽപ്സ് us സ്റ്റേ സ്ട്രോങ് ഈവൻ വെൻ ബാഡ് തിങ്സ് ഹാപ്പൻ. നമ്മളുടെ ജീവിതത്തിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും പ്രതീക്ഷ നമ്മളെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ഹോപ്പ് ഹെൽപ്പ് ആസ് ഇൻ ഹാർഡ് ടൈംസ്? അതായത് ദുസ്സഹമായ സമയങ്ങളിലും പ്രതീക്ഷ നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. When circumstances are dark and difficult, hope is what empowers us to move forward. അതായത് നമ്മളുടെ ചുറ്റുപാടുകൾ ഇരുണ്ടതും ദുരിതപൂർണവുമാകുമ്പോൾ പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.